സുരേഷ് ഗോപി അറിയാൻ കൊച്ചു വേലായുധൻ സഹായം തേടിയെത്തിയത് തൊഴുത്തു ജീവിതം മടുത്ത്. കുറച്ച് സിനിമാക്കാരെയും രാഷ്ട്രീയക്കാരെയും എല്ലാം കണ്ടിട്ടുണ്ട്. 77കാരനായ കൊച്ചു വേലായുധൻ പറഞ്ഞു, എല്ലാവരിൽ നിന്നും നല്ല പെരുമാറ്റമായിരുന്നു. ആ രീതി പ്രതീക്ഷിച്ചാണ് നടൻ കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാൻ സഹായ അഭ്യർത്ഥനയുമായുള്ള കത്തുമായി പോയത്. കൊച്ചു വേലായുധൻ്റെ പുള്ളിലെ വീടിനടുത്തായിരുന്നു സുരേഷ് ഗോപിയുടെ കലുങ്ക് ചർച്ച. നിവേദനം സ്വീകരിക്കാതെ തിരിച്ചയച്ചത് നാടുനീളെ അറിഞ്ഞു. കൊച്ചുവേലായുധന് പരിഭവമില്ല. കാരണം കത്തിലെ ആവശ്യം എന്തെന്നറിഞ്ഞാൽ താനല്ല അപമാനിതനാവുകയെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. ചുമട്ടുതൊഴിലാളിയായിരുന്ന കൊച്ചുവേലായുധനും നാലംഗ കുടുംബവും 2.5 വർഷമായി താമസിക്കുന്നത് തൊഴുത്തിലാണ്. നല്ലൊരു വീടുണ്ടായിരുന്നു. പുള്ളിലെ ഇട്ടുസ്മാരക റോഡിൽ കിണറും തൊഴുത്തും ശൗചാലയവുമായുള്ള ഓടിട്ട വീട്. 2023 ജൂണിലെ പേമാരിയിലും കാറ്റിലും തെങ്ങ് വീണ് വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. കൊച്ചുവേലായുധൻ ഭാര്യ സരോജിനി, മകൾ ഷീജ, മരുമകൻ മേഘേഷ്, മകൻ ബിനോജ് എന്നിവർക്ക് ഗുരുതര പരിക്കേറ്റു. തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും താമസിക്കാൻ ഇടമില്ലാതെയായി. പശുവിനെ പുറത്ത് കെട്ടി തൊഴുത്തിലേക്ക് ചേക്കേറി. പിറ്റേന്ന് പശുവിനെ വിറ്റ് കിട്ടിയ പണം കൊണ്ട് പനമ്പ് വാങ്ങി തൊഴുത്തു മറച്ചു. നിലം മെഴുകി. ചോർന്നൊലിക്കുന്ന മേൽക്കൂരയിലെ ഓലയ്ക്ക് മീതെ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചു. വില്ലേജിൽ നിന്ന് കിട്ടിയ ചെറിയ സഹായം തകർന്ന വീട് പുനർനിർമ്മിക്കാൻ കഴിഞ്ഞില്ല. ഭാര്യയും ഭർത്താവ് മരിച്ച മകളും കൂലിപ്പണിക്ക് പോകുന്നു. മകൻ ടെമ്പോ ഡ്രൈവറാണ്. 2 തവണ കാലിലും വയറിലും ശസ്ത്രക്രിയ കഴിഞ്ഞ കൊച്ചുവേലായുധന് ജോലിയെടുക്കാൻ വയ്യ. ഇങ്ങനെയുള്ള കൊച്ചുവേലായുധൻ കൊടുത്ത നിവേദനമാണ് സുരേഷ് ഗോപി തള്ളിയത്.